Next, the Ghadar party. Lala Hardayal was moving spirit behind the Ghadar party in 1913 at San Francisco in the USA. ഇപ്പോൾ ഗാദാർ പാർട്ടിയുടെ മൂവിങ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ലാല ഹർദയാൽ. 1913 സാൻ ഫ്രാൻസിസ്കോ ഇൻ USA ഗാദാർ പാർട്ടി ഓർഗനൈസ് ചെയ്തത്. എ മീറ്റിംഗ് വാസ് ഹെൽഡ് ദെയർ ഓൺ 13 മാർച്ച് 1913. 1913 മാർച്ച് മാസം 13 ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കപ്പെട്ടത്. which 120 Indians including 40 representatives from town and factories. ഏകദേശം 120ഓളം ഇന്ത്യക്കാർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിൽ 40 റെപ്രസെൻറ്റേറ്റീവ്സ് ടൗണിൽ നിന്നും അതുപോലെ തന്നെ ഫാക്ടറീസിൽ നിന്നും ഉള്ളവരായിരുന്നു. അനദർ ബിഗർ ആൻഡ് മോർ റെപ്രസെൻറ്റേഷൻ ഗാദറിംഗ് വാസ് ഹെൽഡ് ഓൺ 1st November 1913 at San Francisco to confirm the decision of the first meeting. ഇപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിലെടുത്ത അവരുടെ തീരുമാനങ്ങൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവരൊരു ബിഗർ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. 1913 നവംബർ മാസം 1 സാൻ ഫ്രാൻസിസ്കോയിൽ. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ബ്രിങ് ഔട്ട് എ വീക്കിലി പേപ്പർ ഗാദാർ. അപ്പോൾ അവർ തീരുമാനിച്ച് ഒരു വീക്കിലി പേപ്പർ പബ്ലിഷ് ചെയ്യാൻ. അതിൻ്റെ പേരാണ് ഗാദാർ. നെയ്മഡ് ഇൻ കൊമമറേഷൻ മീൻസ് അനുസ്മരണം ഓഫ് ദ മ്യൂട്ടിനി ഓഫ് 1857. So the revolution's founding Ghadar party laid down its aim as overthrow of imperialist raj in India and building up in its place of natural republic based on freedom and equality. സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു ഇന്ത്യ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇമ്പീരിയലിസ്റ്റിനെ അല്ലെങ്കിൽ സാമ്രാജ്യവാദികളെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വതന്ത്രമായ സമത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഫ്രീഡത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക, അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദിസ് കുഡ് ബി അച്ചീവ്ഡ് ആൻഡ് ആംഡ് നാഷണൽ റെവല്യൂഷൻ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് സ്വാതന്ത്ര്യം നേടിയെടുക്കണമെങ്കിൽ അത് ഏതിലൂടെ മാത്രമേ കഴിയൂ? ആംഡ് റെവല്യൂഷൻ. അപ്പോൾ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള വിപ്ലവങ്ങളിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം എന്ന നമ്മുടെ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. എവരി മെമ്പർ ഓഫ് ഗാദർ പാർട്ടി വാസ് ഡിസൈഡഡ് ടു ബി എ ഹോണർ ആൻഡ് ഡ്യൂട്ടി ബൗണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫൈറ്റ് അഗൻസ്റ്റ് ദ സ്ലേവറി ക്യാരിഡ് ഓൺ എനിവർ ഇൻ ദ വേൾഡ്. ഇപ്പോൾ ലോകത്ത് ഉടനീളം സ്ലേവറിക്കെതിരെ, അടിമത്തത്തിനെതിരെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചു. പിന്നെ നമ്മൾ ഗാദർ പാർട്ടി ചോദിക്കുമ്പം ഇത്രയും പോയിൻറ്റ്സുകൾ എഴുതുക.